ഹായ്, അവിടുത്തെ കിച്ചണിലേക്ക് സ്വാഗതം. ഒരു ടേസ്റ്റി സ്നാക്ക് ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് കട്ട്ലറ്റ് ഉണ്ടാക്കണേ. 6 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകിയിട്ട് കുക്കറിൽ വേവിക്കാം. എന്നിട്ട് തൊലി കളഞ്ഞിട്ട് ഉടച്ചെടുക്കാനുള്ളതാണ്. 1/4 കിലോ ഉരുളക്കിഴങ്ങുണ്ട്. കഴുകിയെടുത്തു. തൊലി വേവിച്ചിട്ട് കളഞ്ഞാൽ മതി. മുങ്ങണത്ര വെള്ളമൊഴിച്ചിട്ട് 3-4 സ്റ്റീം ആവുമ്പോൾ മാറ്റാം. ഒരുവിധം ചൂടാറിയപ്പോൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി മാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ സോഫ്റ്റായി, കട്ടകളൊന്നുമില്ല. ഒരു വലിയ സബോള ചെറുതായിട്ട് നുറുക്കിയത്, 2 തണ്ട് കറിവേപ്പിലയും നുറുക്കിയതാണ്. ഗരം മസാലപ്പൊടി 1.5 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ, പാകത്തിന് ഉപ്പ് ചേർക്കാം. അരിപ്പൊടിയാണിത്, 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ സബോളയും കറിവേപ്പിലയും ഇതിലേക്ക് വേണ്ട എല്ലാ പൊടികളും ചേർത്ത് കഴിഞ്ഞു. നല്ലോണം യോജിപ്പിച്ചു. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലുണ്ടാക്കാം ഈ സ്നാക്ക്. വട്ടത്തിലോ ചതുരത്തിലോ സിലിണ്ടറിക്കൽ ഷേപ്പിലോ ഒക്കെ ആവാം. കൂട്ടിയെടുത്തിട്ട് ഒരു ഉരുളയുടെ അത്രയാണ് എടുത്തേക്കണേ. ഒന്ന് പരത്തിയെടുക്കാം കൈകൊണ്ട് തന്നെ. ഇങ്ങനെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ കഴിക്കാൻ നേരത്ത് വറുത്തെടുത്താൽ മതി. വറുക്കണേന് ഒരു അരമണിക്കൂർ മുമ്പൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാൽ തണുപ്പ് കുറയുകയും ചെയ്യും. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ യോജിപ്പിക്കാം. ഇത്തിരി കട്ടിയിൽ വേണം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്യാം. ഈ കോട്ടിങ്ങിന് ഇത്തിരി എരിവും വേണം, കളറും നന്നാവും മുളക് പൊടി ഇടുമ്പോൾ. വെളിച്ചെണ്ണ ചൂടാക്കാം. ഡീപ്പ് ഫ്രൈ ആണ്. കട്ട്ലറ്റ് മാവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വറുത്തെടുക്കാം. ഒരു സൈഡാവുമ്പോൾ തിരിച്ചിടാം. ഉരുളക്കിഴങ്ങ് നേരത്തെ വേവിച്ചതായതുകൊണ്ട് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാവും. ഇങ്ങനെ എല്ലാം വറുത്തെടുക്കാം. ഓരോന്നും മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്കിടാം. അങ്ങനെ ഉരുളക്കിഴങ്ങ് കട്ട്ലറ്റ് റെഡിയായി. എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല സ്വാദുമാണ്. ഇഷ്ടമായ ഉടത്തി കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യാം. താങ്ക് യു.